കുറേ സിനിമകളുടെ അപ്ഡേറ്റുകളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിലേക്ക് വരാം. അതിൻ്റെ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ടെസ്റ്റിൻ സ്റ്റീഫൻ നിർമ്മിച്ച് ലിൻഡോ സ്റ്റീഫൻ സംവിധാനം ചെയ്ത് ദിലീപ് നായകനായി തിയേറ്ററിൽ എത്താനിരിക്കുന്ന മൂവിയാണ് പ്രിൻസ് ആൻഡ് ഫാമിലി. മെയ് 9-ാം തീയതിയാണ് ഈ ഒരു സിനിമ തിയേറ്ററിൽ എത്തുന്നത്. കുടുംബ പശ്ചാത്തലത്തിൽ കഥ പറയുന്ന ചിത്രത്തിൽ ദിലീപിന്റെ കൂടെ ധ്യാൻ ശ്രീനിവാസൻ, സിദ്ദീഖ്, ബിന്ദു പണിക്കരി, ജോണി ആന്റണി അങ്ങനെ അത്യാവശ്യം തരക്കേടില്ലാത്ത താരസമ്പന്നതയിൽ തന്നെയാണ് സിനിമ തിയേറ്ററിൽ എത്തുന്നത്. ചിത്രത്തെക്കുറിച്ചുള്ള ആകെ ഒരു നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ദിലീപിന്റെ ഈ അടുത്ത കാലത്ത് തിയേറ്ററിലെത്തിയ സിനിമകളൊന്നും തിയേറ്ററിൽ വലിയ വിജയം കൈവരിച്ചില്ല എന്നുള്ളതാണ്. അത് മാറ്റി നിർത്തിയാൽ ഒരു പോസിറ്റീവ് വൈബ് എല്ലാം സൃഷ്ടിക്കാൻ ചിത്രത്തിന്റെ ടീസറിനും പാട്ടുകൾക്കും സാധിച്ചോ. എന്തായാലും ദിലീപ് എന്ന താരത്തിന് ഈ അടുത്ത കാലത്തൊന്നും തിയേറ്ററിൽ വലിയ വിജയം കൈവരിക്കുന്ന സിനിമകൾ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ അങ്ങേർക്ക് പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന ചിത്രം വിജയിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. മണിയൻ പിള്ളരാജ് നിർമ്മിച്ച് അൻവർ റഷീദ് സംവിധാനം ചെയ്ത ചോട്ടാ മുംബൈ എന്ന് പറയുന്ന ചിത്രം വർഷങ്ങൾക്ക് മുന്നേ റിലീസായ ചിത്രം വീണ്ടും തിയേറ്ററിലേക്ക് എത്താൻ വേണ്ടി പോവുകയാണ്. മെയ് 21-ാം തീയതിയാണ് സിനിമയുടെ റിലീസ് ഡേറ്റ് തീരുമാനിച്ചിരിക്കുന്നത്. പക്ക എന്റർടൈനർ വൈബ് ഈ ഒരു ചിത്രത്തിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ചൂട് കാലത്ത് ബോറടിക്കാത്ത വീണ്ടും നേഴ്സിൽ കണ്ട് ആസ്വദിക്കാൻ സമ്പന്നമായ ചിത്രം തന്നെയാണ് ചോട്ടാ മുംബൈ. 4K വേർഷനിൽ ഫുൾ കളർഫുൾ ആയിട്ട് വീണ്ടും സിനിമ തിയേറ്ററിൽ എത്തുമ്പോൾ വീണ്ടും സിനിമ കണ്ട് ആസ്വദിക്കാൻ ഒരു പറ്റം ആളുകൾ ഇപ്പോഴേ റെഡിയായി കഴിഞ്ഞു. പാൻ ഇന്ത്യൻ മൂവിയായിട്ട് തിയേറ്ററിലെത്തി മാർക്കോ എന്ന് പറയുന്ന ഉണ്ണി മുകുന്ദൻ മൂവി വേൾഡ് വൈഡിൽ നിന്നും 100 കോടിയോളം രൂപ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയ ചിത്രം. അതിനുശേഷം തിയേറ്ററിലെത്തിയ ഉണ്ണി മുകുന്ദൻ മൂവിയായ ഗെറ്റ് സെറ്റ് ബേബി തിയേറ്ററിൽ വലിയ പരാജയമായി മാറി. ഇപ്പോൾ ഇതാ ഒരു സൂപ്പർ ഹീറോ കഥയുമായിട്ട് ഉണ്ണി മുകുന്ദൻ പുതിയ ചിത്രത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാണ്. ഉണ്ണി മുകുന്ദൻ തന്നെ ഈ ഒരു ചിത്രം സംവിധാനം ചെയ്യും എന്നുള്ള റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ഗോപാലൻ ഈ ഒരു സിനിമ നിർമ്മിക്കും. വലിയ ബഡ്ജറ്റിലും വലിയ ക്യാൻവാസിലും ഈ ഒരു ചിത്രം വരുമ്പോൾ ഉണ്ണി മുകുന്ദൻ എന്ന താരം നടനായും സംവിധായകനായും എങ്ങനെ പെർഫോമൻസ് നടത്തും എന്നുള്ളത് കാണാനുള്ള ആകാംക്ഷയിലാണ് ആരാധകർ. 11 ദിവസങ്ങൾ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ പൂർത്തീകരിക്കാൻ ഒരുങ്ങി നിൽക്കുന്ന തുടരും എന്ന് പറയുന്ന ലാലേട്ടൻ തരുൺമൂർത്തി ചിത്രത്തിന്റെ കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ 11 ദിവസത്തെ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് കളക്ഷൻ 165 കോടിക്ക് മുകളിൽ ഉറപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 11 ദിവസത്തെ ചിത്രത്തിന്റെ കേരള കളക്ഷൻ 70 കോടിയിലേക്കും എത്തപ്പെടും. ചിത്രം 11-ാം ദിവസമായ ഇന്ന് മാത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നും 4 കോടിക്ക് മുകളിലുള്ള കളക്ഷൻ ഉറപ്പിച്ചിട്ടുണ്ട്. അത് 5 CR ടച്ച് ചെയ്യുമോ എന്നുള്ളതാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. ചിത്രത്തിന്റെ 2-ാം ദിവസവും അന്യായ ഹോൾഡോട് കൂടെയാണ് സിനിമ ബോക്സ് ഓഫീസിൽ മുന്നോട്ട് പോകുന്നത്. ഇൻഡസ്ട്രി ഹിറ്റ് തുടരും മൂവി എമ്പുരാൻ എന്ന ചിത്രത്തിന്റെ കയ്യിൽ നിന്നും സ്വന്തമാക്കുമെന്ന് തന്നെയാണ് ചിത്രത്തിന്റെ ഓരോ ദിവസത്തെ കളക്ഷൻ കാര്യങ്ങളെല്ലാം പുറത്തു വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത്. കളക്ഷൻ ഇടിവ് വരാതെ സ്റ്റഡി കളക്ഷൻ നിലനിർത്തി തന്നെ ഓരോ ദിവസവും സിനിമ മുന്നോട്ട് പോകുന്നു. ഇതൊക്കെയാണ് സിനിമയുടെ 11 ദിവസത്തെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ നാം പ്രതീക്ഷിക്കുന്നത്. 11 ദിവസത്തെ കറക്റ്റ് കളക്ഷൻ കാര്യങ്ങളെല്ലാം നമുക്കറിയണമെങ്കിൽ നാളെ ഉച്ചയോട് കൂടെ മാത്രമേ അത്തരത്തിലുള്ള അപ്ഡേറ്റ് കാര്യങ്ങളെല്ലാം പുറത്തു വരൂ. കാത്തിരിക്കാൻ സിനിമകളുടെ കൂടുതൽ അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ട് മൂവി പ്ലസ് മീഡിയ. ഞാൻ ജിനുജന. ബൈ.